ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. നമ്മൾ ഇന്ന് ആലു ചിക്കൻ ബോണ്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആലു ചിക്കൻ ബോണ്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഒരു 250 ഗ്രാം ചിക്കൻ കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിനൊപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഇനി ചിക്കൻ ഒന്ന് കുക്കായി വരുമ്പോഴത്തേനും നമുക്കൊരു കുക്കറിലേക്ക് ഒരു 5 കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ, അതും വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഏകദേശം ഒരു ഫിസിലോട് കൂടി തന്നെ നമുക്ക് കുക്കായി കിട്ടും. പക്ഷേങ്കിൽ നമ്മുടെ കിഴങ്ങ് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വലിയതായിട്ടാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ കുക്കായി കിട്ടിയ ചിക്കനെ എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് കൊടുക്കണം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. മയോണൈസിന് വേണ്ടി ഒരു 3-4 വെളുത്തുള്ളി അല്ലിയും ഒരു മുട്ടയും അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈരും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇതൊന്ന് അടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് നല്ല ഇതായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1/2 to 1 കപ്പോളം സൺഫ്ലവർ ഓയിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അടിപൊളി ക്രീമി ആയിട്ടുള്ള മയോണൈസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കോട്ടിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഹാൻഡ് മിക്സറോ അല്ലെന്നുണ്ടെങ്കിൽ വിസ്കോ ഫോർക്കോ സ്പൂണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ബീറ്റ് ആക്കി എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മളൊരു 1 കപ്പോളം ക്യാബേജും ഒരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മയോണൈസും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. അതിനൊപ്പം തന്നെ നമ്മൾ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പിന്റെ ആവശ്യമില്ല, കാരണം മയോണൈസിലും ചിക്കനിലും നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ആണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള കിഴങ്ങ് എല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ 2 കിഴങ്ങ് ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷമാണ് ബാക്കിയും കൂടി ഇട്ട് കൊടുത്ത് ഉടച്ചെടുക്കുന്നത്. കാരണം എല്ലാം കൂടി ഇട്ട് നമ്മുടെ പാത്രത്തിൽ ഉടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ 5 കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഉപ്പിന്റെ അളവ് ആവശ്യത്തിനെന്ന് മാത്രമാണ് പറയുന്നത്, കാരണം ഇപ്പൊ ഓരോരുത്തരുടെയും ഉപ്പിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോ നമ്മൾ ചെറിയൊരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കിഴങ്ങ് മാത്രം ആകുമ്പോഴത്തേനും ഇത് നമുക്ക് കടിക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നും. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയാണ് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ എടുത്ത് നമ്മുടെ കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുള്ളത് എടുത്ത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഇതുപോലെ നമുക്കൊരു ബോൾ പോലെ ആക്കി എടുക്കണം. ഇതിനുള്ളിലേക്കാണ് നമ്മുടെ ചിക്കന്റെ മിക്സ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊട്ടി പിടിക്കാൻ എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ചിക്കന്റെ മിക്സും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് ഇത് വെക്കുന്നത്. അപ്പൊ നമ്മൾ ബ്രെഡ് ക്രംസ് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രെഡ് നന്നായിട്ട് ഒരു പാനിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. പൊടിച്ചു കൊടുത്തതിന് ശേഷം അത് ഫൈനായിട്ട് അങ്ങ് പൊടിയേണ്ട, കുറച്ച് തരിതരിപ്പോട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ ഈ ഒരു പാനിൽ വെച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ബോൾ പോലെ നമ്മൾ ഈ ഒരു ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സിയിലേക്ക് നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചായക്കൊപ്പമൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ആലു ചിക്കൻ ബോണ്ട്. അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഞങ്ങളിത് എടുത്തപ്പോൾ ഏകദേശം 6 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. കാരണം ജംഷൂസിന്റെ കൈ വലുതായതുകൊണ്ട് തന്നെ നമ്മുടെ ആലു ചിക്കൻ ബോണ്ടിയുടെ വലിപ്പവും വലുതായി. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഏകദേശം ഒരു 10 എണ്ണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചൂടാകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ എല്ലാ ബോൾസും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം 1-2 ഇട്ട് നമ്മൾ ഇത് പൊട്ടിച്ചെടുക്കരുത്, പൊട്ടി പോകാൻ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുളക്കിഴങ്ങാണ്, അങ്ങനെ പൊട്ടി പോകുന്നില്ല. പിന്നെ നമ്മൾ ഇളക്കുന്ന വഴി അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചെടുക്കുക. ഇപ്പൊ നമ്മുടെ ആലു ചിക്കൻ ബോണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് ബ്രെഡ് ക്രംസും മുട്ടയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിന്റെ കളർ ചേഞ്ച് ആവും. അപ്പൊ ഒരുപാട് നേരം ഇതിനെ ഇട്ടങ്ങ് കരിയിച്ച് കളയാതെ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ആലു ചിക്കൻ ബോണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട്
എണ്ണയിൽ നിന്ന് പൊക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 6 എണ്ണമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 10 എണ്ണത്തിന് വേണ്ടിയിട്ടുള്ളതുണ്ട് കേട്ടോ. ഇതെല്ലാം വലിയ ബോണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരുന്നേരം ബൈ.